LDFും UDFും നേർക്ക് നേർ മത്സരം നടക്കുന്ന നഗരസഭയാണ് നീലേശ്വരം. BJPക്ക് ഒരംഗം പോലുമില്ലാത്ത നഗരസഭ രൂപീകൃതമായ കാലം തൊട്ട് ഇടതുമുന്നണിക്കാണ് വിജയം. CPM ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന നീലേശ്വരത്ത് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ UDF പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത്. നഗരസഭ രൂപീകൃതമായതിനു ശേഷം ഇടതിന് മാത്രം തുണച്ച നഗരസഭയാണ് നീലേശ്വരം. ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റാഫിയാണ് മത്സരിക്കുന്നത്. 32 നേരത്തെ വാർഡുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 2 വാർഡുകൾ കൂടി 34 വാർഡുകളാണ് ഇപ്പോൾ ഇത്തവണയുള്ളത്. എന്തായാലും UDFും ശക്തമായ പ്രചരണമായി രംഗത്തുണ്ട്. നമുക്ക് 2 ഭാഗത്തു നിന്നുള്ള, അതായത് UDFിൻ്റെയും LDFിൻ്റെയും പ്രതിനിധികളെ പ്രതികരണം തേടാം. നീലേശ്വരം നഗരസഭയുടെ എന്താണ് നിലവിലൊരു അവസ്ഥ എന്ന്. നീലേശ്വരം നഗരസഭ വൈസ് ചെയർമാനാണ്. നിലവിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് റാഫിയാണ് നമ്മോടൊപ്പം ആദ്യം ചേരുന്നത്. എന്താണ് നിലവിൽ നീലേശ്വരം നഗരസഭ? പൊതുവെ മൃഗീയ ഭൂരിപക്ഷമാണ് LDFിന്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും എന്താണ് ഒരു ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഞങ്ങൾക്ക് 32-ൽ 21 സീറ്റാണ് ഉള്ളത്. ഇപ്പോൾ 34 സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 24-25 സീറ്റിലെങ്കിലും LDF ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലത്ത് നീലേശ്വരത്ത് വമ്പിച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭാ കാര്യാലയം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യം കൂടിയ നഗരസഭാ കാര്യാലയമാണ് നീലേശ്വരത്ത് കഴിഞ്ഞ തവണ ഈ ടേമിൽ നിർമ്മിച്ചത്. നീലേശ്വരം ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് കഴിഞ്ഞു. 16 കോടി രൂപയാണ്. ഇനി അതിൻ്റെ യാർഡിൻ്റെ ചില വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മാസത്തിനകം ബസ്സുകൾ കയറുന്ന സ്ഥിതി ഉണ്ടാവും. 2 വാതക ശ്മശാനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു. 6 കോടി രൂപ ചെലവിലാണ് നമ്മുടെ ചെറുപ്പുറത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിൻ്റെ നവീകരണം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ എടുത്തു നോക്കിയാൽ നഗരസഭയുടെ തനത് പദ്ധതികളായിട്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചു. മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള സഹായവും നീലേശ്വരത്ത് ലഭിച്ചിട്ടുണ്ട്. BJPക്ക് നിലവിൽ സീറ്റില്ലാത്ത അപൂർവം നഗരസഭകളിൽ ഒന്നാണ് നീലേശ്വരം. ആ നില ഈ തവണയും തുടരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SDPI കഴിഞ്ഞ തവണ തീരദേശത്ത് മുസ്ലിം ലീഗിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സീറ്റ് SDPI പിടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പക്ഷത്തിന് താരതമ്യേന ദുർബലമായ സ്വാധീനം മാത്രമുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ആ നിലയും കൂടി ഒഴിവാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നീലേശ്വരം നഗരസഭ പ്രതിപക്ഷ നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഷജീറാണ് ചേരുന്നത്. ഷജീർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ഏതായാലും ഇത്തവണ നീലേശ്വരം നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഷജീറോട് തന്നെ ചോദിക്കാം. ഷജീർ, എങ്ങനെയാണ് നീലേശ്വരം നഗരസഭയുടെ നിലവിലെ അവസ്ഥ? കാരണം LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുത്തക, അതായത് അവരുടെ രൂപീകൃതമായത് മുതൽ LDF തന്നെ ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയാണ്? അതായത് കഴിഞ്ഞ ഒരു 35 വർഷത്തെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ തുല്യമാക്കി മാറ്റിയ ഈ നഗരസഭയെ ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് ഈ നഗരസഭ എത്തും എന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ ഒരു രാജാ റോഡ് വികസനം എന്ന് കുട്ടിക്കാവശ്യക്കോട്ട് വന്നെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ ഈ നഗരസഭ കഴിഞ്ഞില്ല. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ അജണ്ട. ഈ 34 വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. ഇവിടെ നല്ലൊരു ഭരണം UDFിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. നമുക്കറിയാം, മത്സ്യ മാർക്കറ്റ് ഇല്ലാത്ത ഇന്ത്യയിലെ ഏക നഗരസഭ ഒരുപക്ഷെ നീലേശ്വരമായിരിക്കും. തീരദേശ മേഖലയെ മുഴുവൻ അവഴിച്ചു, സാധാരണക്കാരനെ മുഴുവൻ അവഴിച്ചു. പിന്നെ ബിൽഡിംഗ് ഉണ്ടായിട്ട് എന്ത് വേണ്ടത്? ഇത്ര വലിയ ബിൽഡിംഗ്, പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ട് സാധാരണക്കാരന് എന്ത് നേടിയെന്ന് മാത്രം. അതാണ് ഞങ്ങളുടെ പ്രചരണായുധം. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി നീലേശ്വരം നഗരസഭ ഭരിക്കും. എന്തായാലും പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, അതോടൊപ്പം വലിയ തോതിൽ വികസനമുണ്ടെന്ന് പറയുമ്പോഴും അത്തരം വികസനങ്ങളൊന്നും നഗരസഭയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് UDF പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗങ്ങൾ പോലും ഇല്ലാത്ത നഗരസഭ കൂടിയാണ് നീലേശ്വരം. എന്തായാലും UDF ശക്തമായ ഒരു മത്സരത്തിന് തന്നെയാണ് ഇവിടെ തയ്യാറെടുക്കുന്നത്. KB ബൈജു, News 18, കാസർഗോഡ്.